ഇത്രയും ചാലഞ്ചസിലൂടെ പോകുമ്പോൾ തന്നെ ഈ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സപ്പോർട്ട് ശരിക്കും മീനിങ് ഫുൾ ആയി അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് വേയിൽ എങ്ങനെ എത്തും? ഹൗ ഡു യു എൻഷുർ ദാറ്റ് ഇറ്റ് റീച്ചസ് ദം? ഇപ്പം ഞാൻ പറഞ്ഞില്ല 2 തരത്തിലുള്ള ഇൻ്റർവെൻഷനാണ് നമ്മൾ നടത്തുന്നത്. ഒന്ന് ഈ എംപവർമെൻറ്റ് മേഖലയിലും മറ്റൊന്ന് നമ്മൾ ഈ ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലും. എംപവർമെൻറ്റ് മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ പരമാവധി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ഒരുപാട് ക്യാമ്പയിൻ നടത്താറുണ്ട്. പിന്നെ നമ്മളുടെ ടീച്ചേഴ്സ് ഡോർ ടു ഡോർ പോവും. ഞാൻ തന്നെ ഓരോ തവണ പോകുമ്പോഴും ചുരുങ്ങിയതൊരു 3-4 കുട്ടികളുടെ വീടുകളിൽ ഞാൻ പോകും. അവരായിട്ട് സംസാരിക്കും, അവരെ ഫീഡ്ബാക്ക് മനസ്സിലാക്കും. ഇത് നമ്മളെ പിന്നെ കാഴ്ചപ്പാടുകളൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഗ്രൗണ്ടിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന നമ്മളുടെ ഈ അറിവ് നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, ഈ ഇൻസൈറ്റിലൂടെ രൂപപ്പെടുന്ന പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിൻ്റെ ആ ഒരു പിൻ പോയിന്റിൽ തന്നെ എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഡിസേർവിങ് അല്ലാത്ത ഒരാൾക്ക് അത് കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള മെക്കാനിസം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും കമ്പിളി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ 250 രൂപേൻ്റെ കമ്പിളിയും കിട്ടും, 500 രൂപേൻ്റെ കമ്പിളിയും കിട്ടും. ഇതിൻ്റെ വ്യത്യാസം 250 രൂപേൻ്റെ വ്യത്യാസമാണ്. പക്ഷേ ഇതിന് ലൈഫ് എന്ന് പറയുന്നത് ഒന്നിന് 1 വർഷവും മറ്റേതിന് 6, 7, 10 വർഷമാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഏറ്റവും നല്ല സാധനമാണ് കൊടുക്കുക. ഏറ്റവും നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ, സൂക്ഷിക്കാനുള്ള കവറടക്കം കൊടുത്തു കഴിഞ്ഞാൽ, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു കമ്പിളി കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പിളി കൊണ്ട് അവരെന്തായാലും മിനിമം ഒരു 6 years അത് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം 250 രൂപേൻ്റെ ലാഭത്തിന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വർഷമേ കിട്ടുള്ളൂ. പിറ്റത്തെ വർഷം നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ സാധനമായാലും നമ്മളിപ്പോൾ ലൈവ്ലിഹുഡിന് ഒരാൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ബാക്കോട്ട് പോകുന്നില്ല. നമ്മളതിൻ്റെ ബാക്കിൽ ഉണ്ടാവും. അതെങ്ങനെ പോകുന്നു അത് മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യും. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് റെക്ടിഫൈ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യും. ഇങ്ങനെ ഓരോ സംഗതികളും നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 92% ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു. 8% കുട്ടികളുണ്ടല്ലോ, 10ാം ക്ലാസ് പാസ്സായ 8% കുട്ടികൾ, ആ കുട്ടികളിൽ ഓൾമോസ്റ്റ് 100% കുട്ടികളും ഡിഗ്രി പാസ്സാവുന്നുണ്ടെന്ന്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ കടമ്പ ഈ 10ാം ക്ലാസ് എത്തിക്കിട്ടുകയാണ്. 10ാം ക്ലാസ് വരെ ഒരു കുട്ടീനെ ഒരു പാരൻ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ പാരൻ്റ് ഡെഫിനറ്റ്ലി മുന്നോട്ടയക്കും. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പിന്നെ ഡിഗ്രി ഹോൾഡേഴ്സിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഡൽഹിയിൽ ഒരു 1 year കോഴ്സ് നമ്മളുടെ ചെലവിൽ നമ്മൾ ഫുള്ളി സ്പോൺസർ ചെയ്ത് അവരെ അയച്ചു. അവരെ നമുക്ക് പറ്റുന്ന പ്രത്യേക രീതിയിലുള്ള ടീച്ചേഴ്സാക്കി മാറ്റി അവരെ നമ്മുടെ സ്കൂളിലേക്ക് അബ്സോർബ് ചെയ്തു. അതോടുകൂടിയിട്ട് ആ ടീച്ചേഴ്സിൻ്റെ ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്തു. അങ്ങനെ എല്ലാ സംഗതിയിലും ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ഈ വർഷം തൊട്ട് നമ്മളുടെ KG സെക്ഷനെ നമ്മളുടെ ഒരു ഹൈലൈറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. KG നഴ്സറി സെക്ഷനെ നമ്മളുടെ സ്കൂളിൻ്റെ ഒരു ഹൈലൈറ്റ് ആക്കണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജാമിയ മില്ലിയ നമ്മളിപ്പോൾ ഡൽഹിൻ്റെ അടുത്തായതുകൊണ്ട് നോട്ട് വെരി ഫാർ, ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് നമുക്ക് ഡൽഹിയിലെത്താം. അപ്പോൾ ജാമിയ മില്ലിയയിലെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ പല കാര്യങ്ങളിലും നമ്മളോട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജാമിയ മില്ലിയയിലെ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുമായിട്ട് ടൈപ്പായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളെ നമ്മൾ ട്രെയിനിങ്ങിനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് നമ്മൾ അവരെ അയക്കും. അപ്പോൾ അത് 1 വർഷത്തെ കോഴ്സ്, 2 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ സ്പെഷ്യൽ കോഴ്സ്, അങ്ങനെ പലതുണ്ടാവും. അപ്പോൾ അത് കഴിയുന്ന കൂടിയിട്ട് നമുക്കെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫാക്കൽറ്റീൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയൽ ഇമ്പാക്ട് ഈ ഒരു വർക്കിലൂടെ ഹൗ വുഡ് യു ഡിഫൈൻ ഒരു റിയൽ ഇമ്പാക്ട് എന്തായിരിക്കും? ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ആളുകളുടെ പ്രയോറിറ്റിയിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ്. മറ്റൊന്ന്, ഇപ്പം നമ്മളുടെ കുട്ടികൾ ഇപ്പം നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇപ്പം ഞാൻ ഒരു 1.5 മാസം 2 മാസം കൂടുമ്പോൾ പോകും. ഇപ്പോൾ നമ്മളവിടുന്ന് ഒഴിഞ്ഞു പോയ കുട്ടികളായാലും അവിടെ പഠിക്കുന്ന കുട്ടികളായാലും അവരുടെ പാരൻസ് ആയാലും നാട്ടുകാരൊക്കെ നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരിൽ എത്രമാത്രം നമ്മൾ ഇടപെട്ടിട്ടുണ്ടെന്നും അത് എത്രമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും അവരിനെ എത്രമാത്രം വിലമതിക്കുന്നുണ്ടെന്നോ. ഞാൻ ഈ പറഞ്ഞ ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ബാക്ക്വേർഡ്നെസ്, ഏത് ബാക്ക്വേർഡ്നെസ്, ഈ
കാഴ്ചപ്പാടിൻ്റെയും Attitude. ആറ്റിറ്റ്യൂഡിൻ്റെയും അറിവിൻ്റെ ഒക്കെ ബാക്ക്വേർഡ്നെസ് ഇരിക്കെ തന്നെ അവർ നമ്മൾ എത്രമാത്രം വില മതിക്കുന്നു എന്നുള്ളതിൽ തന്നെ നമ്മൾ എത്രമാത്രം അവരിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഹയർ സ്റ്റഡീസ് നമുക്കിപ്പോൾ സ്കൂളേ ഉള്ളൂ. സ്കൂളിൽ തന്നെ നമ്മളെ മുമ്പിൽ ഇപ്പോൾ +2 ഇഷ്യൂസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ പല സ്ഥാപനങ്ങളിലും ഹയർ സെൻറ്റേഴ്സ് ഓഫ് ലേണിങ്ങിൽ നമ്മൾ കുട്ടികളെ സ്പോൺസർ ചെയ്ത് അയക്കുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ MSW ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാവുന്ന കുട്ടികൾ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന വർഷം ഈ 2014 നമ്മൾ എത്തുന്നത് ഒരു കലാപത്തിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2015 നമ്മൾ കാണുന്ന പിക്ചർ റെഫ്യൂജി ക്യാമ്പുകളുണ്ട്. അപ്പോൾ ഒരു റെഫ്യൂജി ക്യാമ്പിൽ ഒരു പയ്യൻ വളരെ ആക്റ്റീവായി ഓടി നടക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പല സംഗതിക്കും വളരെ ആക്റ്റീവായി ഓടി നടക്കുന്നു. 7 കുട്ടികൾ നമ്മളുടെ ടിസ് പാസ് ഔട്ടായ കുട്ടികളുണ്ട്. എല്ലാവരും പ്ലേസ്ഡ് ആണ്, വെൽ പ്ലേസ്ഡ് ആണ്. അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫെലോഷിപ്പ് തുടങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്, ഒരു 6 മാസത്തെ. അപ്പോൾ ഫെലോഷിപ്പ് ആകുമ്പോഴും അതിൽ വരുന്ന ആളുകൾക്കും മുഴുവൻ 6 മാസം അക്കോമഡേഷൻ വേണ്ടെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുള്ള അക്കോമഡേഷന് വേണ്ടി വരും. അപ്പോൾ അത് നമ്മളുടെ ഒരു സാധനമാണ്. അതേപോലെ നമ്മളുടെ ക്യാമ്പസിൽ നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പം അങ്ങാടിയിൽ നിന്ന് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, കാന്തല ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മളെ ക്യാമ്പസ്, 2 കിലോമീറ്റർ മാറിയിട്ടാണ്. അടുത്തൊന്നും പള്ളികളൊന്നുമില്ല. അപ്പോൾ വെള്ളിയാഴ്ച കുട്ടികൾക്ക് പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് പിന്നെ കുട്ടികളെ കൊണ്ടുവരാനുള്ള സ്പേസ് സമയമല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നേരത്തെ സ്കൂൾ വിടും, 12 മണിക്ക് സ്കൂൾ വിടും. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം നമുക്ക് 2 hours ഓഫ് ക്ലാസ് പോകും. അപ്പോൾ അതിനൊക്കെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസിലൊരു പള്ളി ഉണ്ടാക്കണം എന്നുണ്ട്. പള്ളി നല്ല സംസ്കരിക്കാൻ ഒരു സൗകര്യം വേണമെന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മുമ്പിലുള്ള ടാർഗറ്റുകളാണ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി അവർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇതൊക്കെ ഞാൻ പറഞ്ഞ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മളൊരു ക്ലിനിക്ക് ഉണ്ടല്ലോ, അതിനെ ഒരു IP ഒക്കെ ഉള്ള അഡ്മിറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന 10-25 പേഷ്യൻസിനൊക്കെ അഡ്മിറ്റ് ചെയ്ത് കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആക്കണം. വലുതല്ല, ഒരു 25 പേഷ്യൻസിനൊക്കെ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതേപോലെ ഇപ്പം അവിടുത്തെ ആളുകൾ ട്രഡീഷണലി സ്കിൽഡാണ്. നമ്മളെ കേരളക്കാരേക്കാളൊക്കെ അപേക്ഷിച്ചിട്ട് അവർ ട്രഡീഷണലി സ്കിൽഡാണ്. പലതരത്തിൽ കാർപ്പൻട്രി, അതേപോലെ ഈ വെൽഡിങ്, ടൈലറിങ്, അങ്ങനെ പല ട്രഡീഷണലി സ്കില്ലാണ്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന അതേപോലെ ഈ ഓട്ടോമൊബൈൽ സാധനങ്ങളിലൊക്കെ നല്ല ശേഷിയുള്ള ആളുകളാണ്, ഫാബ്രിക്കേഷനൊക്കെ. അപ്പോൾ അത്തരം പിന്നെ ട്രേഡുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു പോളിടെക്നിക് തുടങ്ങണമെന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പഠനത്തിൽ വലിയ മിടുക്കൊന്നുമില്ലാത്ത കുട്ടികളായിരിക്കും, പക്ഷെ ഇത്തരത്തിൽ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ഒരു മാന്യമായ ലൈവ്ലിഹുഡ്, അതിൻ്റെ കൂടെ എൻ്റർപ്രണർഷിപ്പൊക്കെ. ഇപ്പം ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്നെ ഒരേ സമയം ജോലിയാണ്, അതേസമയം ഒരു എൻ്റർപ്രണറിയൽ സ്കില്ലുള്ള ആളെ സംബന്ധിച്ച് എൻ്റർപ്രണർഷിപ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഡോറാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു പോളിടെക്നിക്ക് നമ്മുടെ മനസ്സിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു സംഗതി വന്നിരിക്കുന്നത്, നമ്മളുടെ ഒരു ഇമ്പാക്റ്റ് ചോദിച്ചപ്പോൾ എന്നോട് നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഗതി, ഇപ്പോൾ നമ്മൾ തുടങ്ങിയതൊരു മദ്രസയിലാണ്, ഒരു മദ്രസിൻ്റെ മേലാണ് നമ്മൾ തുടങ്ങുന്നത്. മദ്രസിൻ്റെ അപ്സ്റ്റെയറിൽ തുടങ്ങി പിന്നെ സ്വന്തം ക്യാമ്പസിലേക്ക് മാറിയൊരു സ്ഥാപനമാണ്. അപ്പം UP മദ്രസകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മദ്രസകളുണ്ട്. യു ഹാവ് തൗസൻഡ്സ് ഓഫ് മദ്രസാസ്. അതിൽ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് മദ്രസാസ് എന്ന് പറയുന്നത് നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരുപാട് കുട്ടികളെ കാറ്റർ ചെയ്യുന്ന മദ്രസകളാണ്. ഈ മദ്രസകളിലൊക്കെ തന്നെ അത് റിലീജിയസ് എഡ്യൂക്കേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മദ്രസകൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിചാരിതമായി തുടങ്ങിയത് ഒരു മദ്രസൻ്റെ മുകളിലാണ്. പക്ഷേ അതൊരു ബിഗിനിങ്ങാണ്. നമ്മൾ തീരുമാനിച്ചതല്ലെങ്കിലും അതിലൊരു ഡിവൈൻ ഒരു ഇൻ്റർവെൻഷനുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നമ്മൾ അവസാനം കണക്കെടുത്തപ്പം 34 മദ്രസകളിൽ അവർ സ്കൂളിങ് തുടങ്ങി. നേരത്തെ അത് മദ്രസ മാനേജ്മെൻറ്റുകൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. മദ്രസയിൽ എങ്ങനെ നിങ്ങൾ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ അതിലേക്ക് ക്ലബ് ചെയ്യുന്നു എന്നുള്ളത്
അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. ഇപ്പം 34 മദ്രസകളിൽ ഈ മദ്രസനോട് ചേർന്ന് സ്കൂളിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനി അതൊരു ട്രെൻഡാവാൻ പോവാൻ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കണ്ട, ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിന് തന്നെ ഉപയോഗപ്പെടുത്തി സ്കൂളിങ് കൊടുക്കാൻ പറ്റുന്നുള്ള. അത് 34 എന്നുള്ളത് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹൺഡ്രഡ്സിലേക്ക് പോകും. അത് യു പിയിലെ പല ജില്ലകളിലേക്കും ആ ഒരു ട്രെൻഡായിട്ട് മാറും. അതേപോലെ ഈ ബീഹാറിലേക്കൊക്കെ അത് മാറുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ തീരുമാനമൊന്നുമല്ല, പക്ഷേ അത് ഇൻസ്പയർ ചെയ്യാൻ ഒരു കാരണമായിട്ടുണ്ട്. അതൊരു ബോണസാണ് സത്യം പറഞ്ഞാൽ, നമ്മുടെ ഡിസിഷൻ അല്ല, ഇറ്റ്സ് എ ബോണസ്.